പത്തനംതിട്ടയിൽ ആളുമാറി ലാത്തിക്കടിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ എസ്ഐ ജിനുവിനെതിരെ മുൻപും ആക്ഷേപം. കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചെന്നായിരുന്നു ആരോപണം. അതേസമയം മർദ്ദിച്ച പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് മർദ്ദനമേറ്റ ഷിബിൻ. തൃപ്തികരമെന്ന് പറഞ്ഞാൽ ഈ നടപടി നമുക്ക് തൃപ്തികരമല്ല. കാരണം അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്ത് അവർക്ക് ഇനി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഗുണ്ടകളെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട് കോടതി വഴി ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഈ നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് അത് അത്രയെങ്കിലും ചെയ്യണം. ഞങ്ങളതിനു വേണ്ടി പൊരുതു തന്നെ ചെയ്യും. SC/ST ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. മറ്റുള്ള നമ്മളെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് അടിക്കാനുള്ള പ്രവണത ഉണ്ടാകുക, നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകുക, ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവർക്കും, മുഖ്യമന്ത്രിക്കും അതേപോലെ വനിതാ കമ്മീഷൻ, ഇത് എല്ലാവർക്കും നമ്മളത് കൊടുക്കാനായിട്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ SIക്കെതിരെ മുൻപും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് പരാതിക്കാരുടെ ഉറച്ച തീരുമാനം. നിലവിൽ 4 വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് BNS 118(2) എന്നുള്ളത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വേഗത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സ്വാഭാവികമായും ഇത്തരവും രാഷ്ട്രീയ വിവാദം കൂടിയായി മാറിയ ഒരു കേസിൽ പോലീസിന്റെ തുടർ നടപടികൾ വേഗത്തിലാകാനുള്ള സാധ്യതയാണുള്ളത്. ഒരുപക്ഷെ പ്രതിസ്ഥാനത്ത് പോലീസുകാരും മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ആയിരുന്ന ആളുകൾ വന്നു എന്നതിനാൽ തന്നെ പോലീസ് ഒരു മെല്ലപ്പോക്ക് ഈ വിഷയത്തിൽ സ്വീകരിക്കുമോ എന്നുള്ള ആശങ്ക പരാതിക്കാർക്കുണ്ട്. അതുകൊണ്ട് കോടതിയെ കൂടി സമീപിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള മറ്റ് നിയമപരമായ ഒരു മാർഗം. അതിനകത്ത് അവർ പ്രധാനമായി ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ കേസിൽ പരാതിക്കാരായിട്ടുള്ളവർ എല്ലാവരും തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ SC/ST അട്രോസിറ്റി ആക്ട് കൂടി ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തണമെന്നുള്ളതാണ്. അത് സ്വാഭാവികമായി ഇന്നലെ സംഭവിച്ചിട്ടില്ല എന്നതിനാൽ തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം അന്വേഷണത്തിന്റെ ഭാഗമായി അത് വരണമെന്നുള്ളതാണ്. സമാന്തരമായി തന്നെ മുഖ്യമന്ത്രി, പട്ടികജാതി കമ്മീഷൻ, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയിൽ പരാതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഇന്നലെ അഭിഭാഷകരുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മുൻ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ കൂടി ലഭ്യമാവുന്ന മുറയ്ക്ക് അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നാണ് പരാതിക്കാർ പറയുന്നത്. ശരി അഭിലാൽ, എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പരാതിക്കാരുടെ ഉറച്ച തീരുമാനം. തങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ധാരണ മാറ്റിക്കൊടുക്കണമെന്ന് തന്നെയാണ് അവരുടെ തീരുമാനവും. CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.